ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെയാണ് കേട്ടോ. ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട് കുറച്ച് പാട്ടിൻ്റെയൊക്കെ ഒരു ഇത് വരും. നമുക്കപ്പോൾ രാവിലെ നമ്മുടെ പറമ്പിൽ നിന്ന് ചീര പറിക്കാം. അപ്പോൾ ഇന്നൊരു ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ചീര പറിക്കാം. ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെട്ടത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്, കാരണം രാവിലെ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചൊക്കെ വരുന്നതിൻ്റെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത വിളവെടുപ്പാണ്. നോക്കാം, ഞാനൊന്ന് കാണിച്ചു തരാവേ. വെട്ടത്തിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ചീര. ഇത് ഇങ്ങനെ നിൽക്കുന്നെങ്കിലും കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇത് തികയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മത്തയുടെ ഇലയും കൂടെ പറിക്കാമെന്ന്. നമുക്ക് കണ്ട് ഇവിടെ എല്ലാം കൃഷി ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എല്ലാം ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ, നട്ടിട്ടേ ഉള്ളൂ. ഇതെല്ലാം കൃഷികളാണേ. എന്തൊക്കെയോ നട്ടേക്കുക. അത് വെണ്ട, ബീട്രൂട്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ. ഇഞ്ചി, ചീര, പയർ, പാവൽ. നേരത്തെ പയറിൻ്റെ പാവലിൻ്റെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയാണ് കേട്ടോ. അത് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഇത് കഴിയാറായി. അപ്പോൾ അടുത്തത് കിളിച്ച് വരുന്നുണ്ട്. പയറൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. വെണ്ടയ്ക്ക, ഇത് നമ്മുടെ ചെറിയ വെണ്ടയാണ്. പക്ഷേ തൈ ചെറുതാണെങ്കിലും ഇതിൻ്റെ കായ് ഭയങ്കര വലുതായിട്ട് ആവുന്നതാണ്. നമ്മുടെ പയർ, ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ടൈം കഴിയാറായി കേട്ടോ. നമ്മൾ ഒരുപാട് പറിച്ചു, എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ആദ്യം ഉണ്ടായ പാവൽ, എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം. ആദ്യം ഉണ്ടായ പാവൽ, പക്ഷേ അതിൻ്റെയൊക്കെ ടൈം കഴിയാറായി കേട്ടോ. ഇത് ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ടല്ല, ഒരു 2-3 മാസത്തിന് മുമ്പ് ഞാൻ ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഫുള്ള് ഈ ഫ്രാഷൻ ഫുഡ് ഇങ്ങനെ പടർന്ന് കിടന്നിരുന്നതാണ് കേട്ടോ. അത് നമ്മൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു, കാരണം അതിൻ്റെയും കായ്ഫലം കഴിയാറായപ്പോഴത്തേക്ക് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞ് കുറച്ച് ഭാഗ്യമുള്ളൂ. അതിപ്പം വീണ്ടും നല്ല കായ്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ചീര പറിക്കാം. നല്ല മുറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇത്രയും ചീരയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്കിതുകൊണ്ട് ഇത് വാടി വരുമ്പോൾ കുറച്ചല്ലേ കാണത്തുള്ളൂ, നമുക്കിത് തികയത്തില്ല. അന്നേരം നമുക്ക് കുറച്ച് മത്തയുടെ ഇല നിൽപ്പുണ്ട്. അപ്പം അതും കൂടി കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. മത്തയുടെ ഇലയൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനമാണ് കേട്ടോ. ഇത്രയും മതി കേട്ടോ, കുറേ ആയി. അപ്പം നമ്മുടെ ചീരയും മത്തയുടെ ഇലയും കൂടെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ വയ്ക്കാം.
അപ്പം എന്ത് ചെയ്യും, നമ്മൾ അരപ്പുകളൊക്കെ വെച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചെടുത്ത് ചീരത്തോരൻ വെക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.